ലാങ്ടൺ ഏതൊരു വായനക്കാരന്റെയും മനസ്സിൽ തന്റേതായ സ്ഥാനം നേടിയ ഒരു കഥാപാത്രം. ഈ കഥാപാത്രത്തിന് ഇത് സാധിച്ചു. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് അതിന്റെ സൃഷ്ടാവായ ഡാൻ ബ്രൗണിനോടാണ്. അദ്ദേഹത്തിന്റെ വിശ്വപ്രശസ്തമായ നോവലാണ് ദ ഡാവിഞ്ചി കോഡ്. 2003 പ്രസിദ്ധീകരിച്ച ഈ നോവലിന്റെ ഏകദേശം 80,000 മില്യൺ കോപ്പീസ് ആണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ നോവലിനെ ഇത്ര പ്രശസ്തമാക്കുന്നത്? റോബർട്ട് ലാങ്ടൺ ആദ്യമായി ഈ നോവലിലാണോ പ്രത്യക്ഷപ്പെടുന്നത്? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. റോബർട്ട് ലാങ്ടൺ ഈ ഒരു കഥാപാത്രം നമ്മൾ ഏഞ്ചൽസ് ആൻഡ് ഡിമൺസിൽ കണ്ടതാണ്. പക്ഷേ അന്ന് എന്തുകൊണ്ടോ ഈ ഒരു കഥാപാത്രത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡാവിഞ്ചി കോഡിൽ കൂടെ അതിനാണ് ഈ ഒരു കഥാപാത്രത്തിന് കഴിഞ്ഞത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. ആരാണ് ജീസസ് ക്രൈസ്റ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദേവപുത്രനാണ്. നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രവാചകനാണ്. പക്ഷേ ഡാൻ ബ്രൗൺ തന്റെ നോവലിൽ പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണ്, സത്യമാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, അതും സത്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു ദേവപുത്രനായിരുന്നില്ല. നമ്മളെ പോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മഗ്ദലന മറിയം. അവർക്കുണ്ടായ കുട്ടിയാണ് സാറ. അവരുടെ ബ്ലഡ് ലൈൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത്ര വിപ്ലവകരമായ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ നോവലിൽ അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഈ നോവൽ ഇത്രയും കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തത് എന്ന്. ഇത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള കാരണം. അദ്ദേഹത്തിന്റെ നോവലിലെ 2ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഞാൻ ഈ നോവൽ എഴുതിയത് ഇതൊരു ഫിക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ്. അതായത് ഇതൊരു സ്റ്റോറിയാണ്, ഇതൊരു സത്യമല്ല, ഇതൊരു ഫാക്റ്റ് അല്ല എന്ന്. എന്നാൽ 3ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കഥയിൽ അതായത് ഈ നോവലിൽ ഞാൻ പറയുന്നതിൽ 99% കാര്യങ്ങളും എൻ്റെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു തിയോളജിസ്റ്റിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്താൽ അദ്ദേഹം പറയും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു ഫിക്ഷൻ ആണെന്ന്. നമുക്കിത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 99% സത്യസന്ധമായിട്ടുള്ള റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളാണ് എന്ന്. ജീസസ് ക്രൈസ്റ്റിനെ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്നത്. അതായത് നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ. 581 നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി അഥവാ ഗ്രിഗറി ദ ഗ്രേറ്റ് കാത്തലിക് പ്രീസ്റ്റ് ആദ്യമായി ഒരു സെർമൺ പുറത്തിറക്കുന്നു. ആ സെർമണിൽ പറയുന്നത് മഗ്ദലന മറിയം ഒരു വേശ്യാ സ്ത്രീ ആയിരുന്നു എന്നാണ്. അതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് മഗ്ദലന മറിയം ക്രൈസ്റ്റിന്റെ ഒരു ശിഷ്യയായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് കാത്തലിക് സഭ ഇങ്ങനെ ചെയ്തത്? ഡാൻ ബ്രൗണിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്റ്റിന് ദൈവിക ഗുണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മാനുഷികമായുള്ള കാര്യങ്ങളെ കാത്തലിക് സഭ പൂർണ്ണമായും പുറന്തള്ളിയത്. ഇതിനകത്ത് അതായത് ക്രൈസ്റ്റും മഗ്ദലന മറിയവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ, ആ ഒരു ബന്ധത്തെ സാധൂകരിക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സുകൾ, ആധാരങ്ങൾ, അതിന്റെ സംരക്ഷകരാണ് പ്രയറി ഓഫ് സൈമൺ എന്നുള്ള സീക്രട്ട് സൊസൈറ്റി. ഈ ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ അവസാനത്തെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ മർഡറിലൂടെയാണ് ദ ഡാവിഞ്ചി കോഡ് എന്നുള്ള നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഡാവിഞ്ചി കോഡ് എന്ന ഒരു പേര് ഈ നോവലിന് കിട്ടാൻ കാരണം തന്നെ ഈ ഒരു പ്രയറി ഓഫ് സൈമൺ എന്നുള്ള സീക്രട്ട് സൊസൈറ്റിയാണ്. പ്രയറി ഓഫ് സൈമൺ എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ലീഡറിനെയാണ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡാവിഞ്ചി, ഐസക് ന്യൂട്ടൺ ഇവരെല്ലാം ഈ സീക്രട്ട് സൊസൈറ്റിയിലെ ലീഡേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഡാവിഞ്ചി നമ്മൾ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വേൾഡിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെയിന്റർ അല്ലേ? അദ്ദേഹത്തിന്റെ വേൾഡ് റിനൗഡ് പെയിന്റിംഗ് മൊണാലിസ, അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പെയിന്റിംഗ് ദ ലാസ്റ്റ് സപ്പർ. ദ ലാസ്റ്റ് സപ്പർ എന്നുള്ള ആ ഒരു പെയിന്റിങ്ങിനെ തന്നെയാണ്, ആ ഒരു പെയിന്റിങ്ങിന്റെ ഒരു സ്റ്റഡി തന്നെ ഈ ഒരു നോവലിൽ നടക്കുന്നുണ്ട്. ഇതിലെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, ലാസ്റ്റ് സപ്പർ എന്നുള്ള ആ ഒരു പെയിന്റിങ്ങിലൂടെ ഡാവിഞ്ചി ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾ ആ ഒരു പെയിന്റിംഗ് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ക്രൈസ്റ്റിന്റെ വലതുവശത്തായിട്ടിരിക്കുന്നത് ആരാണ്? അതുവരെ ആൾക്കാർ വിശ്വസിച്ചത് അത് പീറ്റർ ആണ് എന്നാണ്, അതായത് ക്രൈസ്റ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ. പക്ഷേ ഡാൻ ബ്രൗൺ അദ്ദേഹത്തിന്റെ ഡാവിഞ്ചി കോഡിൽ പറയുന്നത് അത് മഗ്ദലന മറിയമാണ്. നിങ്ങൾ ആ ഒരു പിക്ചർ സൂക്ഷിച്ചു നോക്കിയാൽ മതി.
ആ ഒരു പെയിന്റിങ്ങിൽ മാത്രം, ആ ഒരു കഥാപാത്രത്തിന്റെ ശരീരത്ത് മാത്രമാണ് ഒരു ചെയിൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കാണിക്കുന്നത് തന്നെ അതൊരു ഫീമെയിൽ ക്യാരക്ടർ ആണ് എന്നാണ്. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഡാവിഞ്ചിക്ക് സൊസൈറ്റിയോട് പറയാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം തന്റെ പെയിന്റിങ്ങിലൂടെയാണ് ആ കഥകൾ ലോകത്തിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ക്രൈസ്റ്റും ഈ ഒരു ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊരു വി ഷേപ്പാണ്. ആ വി ഷേപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ത്രീത്വത്തെയാണ്, അതായത് സ്ത്രീയെയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ പെയിന്റിങ്ങിലെ ആ ഒരു രൂപം ശരിക്കും ഒരു സ്ത്രീയാണ് എന്നതാണ്. ആ ഒരു രൂപത്തെ നമ്മൾ ക്രൈസ്റ്റിന്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ക്രൈസ്റ്റിന്റെ തോളിൽ ചാരിക്കിടക്കുന്ന ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. അതും കാണിക്കുന്നത് അതൊരു സ്ത്രീ ആയിരുന്നു എന്നാണ്. ഇത് എത്രമാത്രം സത്യമാണ് എന്ന് നമ്മൾക്ക് അറിയുകയില്ല. ഈ ഒരു നോവലിലെ വേറൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ദ ഹോളി ഗ്രെയിൽ. ദ ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൈസ്റ്റ് ലാസ്റ്റ് സപ്പറിൽ ഉപയോഗിച്ച ആ ഒരു കോപ്പയാണ് നമ്മൾ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. വേറൊരു ഇന്റർപ്രിട്ടേഷൻ, അദ്ദേഹത്തിന്റെ ക്രൂസിഫിക്കേഷൻ ടൈമില് ബ്ലഡ് കളക്ട് ചെയ്തത് ആ ഒരു കോപ്പയിലാണെന്നും പറയുന്നുണ്ട്. ആ ഒരു ഹോളി ഗ്രെയിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ശ്രമിച്ചിട്ടുമുണ്ട്. അതിന്റെ ഒത്തിരി ലെജൻഡറി സ്റ്റോറീസും നമുക്ക് ഫെമിലിയർ ആണ്. പക്ഷേ ഡാൻ ബ്രൗൺ പറയുന്നത് അതായത് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് മഗ്ദലന മറിയമാണെന്നാണ് പറയുന്നത്. അവരുടെ ഗർഭപാത്രമാണ്, അതിലാണ് ക്രൈസ്റ്റിന്റെ ബ്ലഡ് ഉള്ളത്. ആ ബ്ലഡ് ലൈൻ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് ഡാൻ ബ്രൗൺ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. ഇത്രയും കോൺട്രവേഴ്സി ഈ ഒരു നോവൽ ആവാൻ കാരണവും ഇത് തന്നെയാണ്. ദ ലാസ്റ്റ് സപ്പർ എന്നുള്ള ആ ഒരു ആ പെയിന്റിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, അതായത് ക്രൈസ്റ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഹോളി ഗ്രെയിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അതിന് കാരണം അവിടുത്തെ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് മഗ്ദലന മറിയമാണെന്നാണ് ഡാവിഞ്ചി എംഫസൈസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. നോവലിന്റെ തുടക്കത്തിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ കൊലപ്പെടുകയാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ് ഗ്രാൻഡ് മാസ്റ്ററിനെ കൊന്നത്? അത് സിലസ് എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ്. എന്തിനാണ് ഒരു പ്രീസ്റ്റ് പ്രയറി ഓഫ് സൈമണിലെ ഗ്രാൻഡ് മാസ്റ്ററിനെ കൊല്ലുന്നത് എന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം? ആൻസർ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡാൻ ബ്രൗൺ പറയുന്നത്. ഈ ഒരു കാത്തലിക് സഭയുടെ വിശ്വാസങ്ങളെ അടിയുറച്ച് വിശ്വസിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരാണ് ഒപ്പസ് ഡേ. ആ ഒപ്പസ് ഡേയിലെ ഒരു അംഗമായിരുന്നു നമ്മുടെ സിലസ്. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ക്രൈസ്റ്റിന്റെ ബ്ലഡ് ലൈനിലുള്ള ആൾക്കാരെ കണ്ടെത്തുക, അവരെ കൊല്ലുക എന്നതാണ്. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, അതായത് പ്രയറി ഓഫ് സൈമൺ എന്നുള്ള ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ക്രൈസ്റ്റും മഗ്ദലന മറിയത്തെയും സംബന്ധിച്ചിരിക്കുന്ന രേഖകൾ ഒരിക്കലും സൊസൈറ്റിയിലേക്ക് എത്തിക്കാതിരിക്കാൻ അവരെയും കൊന്നുകളഞ്ഞു. അതാണ് ഇവരുടെ അൾട്ടിമേറ്റ് എയിം. ഈ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഡാൻ ബ്രൗൺ ഈ നോവലിൽ പറയുന്നില്ല എങ്കിൽ പോലും റോബർട്ട് ലാങ്ടണെയാണ് ഇവർ അടുത്ത ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനാണ് ഇപ്പോൾ എല്ലാ സത്യങ്ങളും അറിയാവുന്നത്. എല്ലാ നിർണായക ഘട്ടത്തിലും റോബർട്ട് ലാങ്ടനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സോഫി. സോഫി ആരാണ്? സോഫി സത്യത്തിൽ ജീസസ് ക്രൈസ്റ്റിന്റെ ബ്ലഡ് ലൈനിലുള്ള കുട്ടിയാണ്. അവളെ അവളുടെ ഗ്രാൻഡ് മദറിൽ നിന്നും അവളുടെ ബ്രദറിൽ നിന്നും മാറ്റി പാർപ്പിച്ചതിന്റെ കാരണവും ഇതുതന്നെയാണ്. കാരണം അവൾ ഈ ഒരു ബ്ലഡ് ലൈനിലുള്ളതാണ് എന്നറിഞ്ഞാൽ അവളുടെ ജീവന് തന്നെ അത് ഭീഷണിയാവും. നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന ശുഭാപ്തി വിശ്വാസത്തിലൂടെ വിടാം.